ഈ ഡീകോഡിലെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 25-ാം തീയതി രാവിലെയാണ് കൊച്ചി പുറംകടലിൽ ലൈബീരിയൻ കപ്പൽ മുങ്ങിയത്. കപ്പലിലെ കണ്ടെയ്നറുകൾ കേരളത്തിലെ തെക്കൻ തീരത്ത് അടിയുകയും ചെയ്തു. എറണാകുളം ജില്ലാ കളക്ടർ ഇന്നിപ്പോൾ ദുരന്ത നിവാരണ വകുപ്പ് ഉദ്യോഗസ്ഥരെയെല്ലാം വിളിച്ചുകൂട്ടി ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ അടിയന്തര യോഗം ചേർന്നിരുന്നു. ഈ കപ്പലിൽ നിന്ന് അപകടകരമായിട്ടുള്ള ഒന്നും കടലിൽ പരന്നിട്ടില്ല എന്നാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം പറയുന്നത്. ലൈബീരിയൻ കപ്പലിലെ ലൂബ്രിക്കന്റ് ഓയിലാണ് കടലിൽ പരന്നത് എന്നാണ് പറയുന്നത്. കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ ഉപയോഗിച്ച് ഈ എണ്ണപ്പാട നീക്കുന്ന ജോലികൾ ഏതാണ്ട് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കും എന്നും ഇന്ന് യോഗത്തിൽ തീരുമാനമുണ്ടായിട്ടുണ്ട്. ഈ മുങ്ങിയ കപ്പലിനോട് ചേർന്നുള്ള 12 കണ്ടെയ്നറുകളിലാണ് അപകടകരമായ രാസവസ്തുക്കൾ ഉള്ളതെന്നും ഇന്ന് മീറ്റിംഗിൽ അറിയിക്കുകയുണ്ടായി. ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരങ്ങളിൽ അടിഞ്ഞ ഈ 50 കണ്ടെയ്നറുകൾ 3 ദിവസത്തിനകം നീക്കും എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. കസ്റ്റംസിനാണ് അത് നീക്കം ചെയ്യാനുള്ള ചുമതല. ശക്തികുളങ്ങര, ചെറിയഴീക്കൽ, പരിമണം അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള കണ്ടെയ്നറുകളെല്ലാം ക്രെയിൻ ഉപയോഗിച്ച് കരയ്ക്ക് കയറ്റുന്ന ജോലികൾ ഇന്ന് നടന്നതാണ്. എല്ലാ കണ്ടെയ്നറുകളും കൊല്ലത്തേക്ക് എത്തിക്കുക എന്നതും തീരുമാനമെടുത്തതാണ്. ഈ ഇന്ത്യൻ തീരത്ത് നടന്ന ഏറ്റവും വലിയൊരു അപകടമായിട്ടാണ് ഇന്ന് ചേർന്ന ആ മീറ്റിംഗ് ഇതിനെ വിലയിരുത്തിയത്. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് ഇൻഷുറൻസ് അടക്കമുള്ള എല്ലാ പരിരക്ഷകളും ആ കപ്പലിനുണ്ട്. ഇന്ത്യൻ തീരമേഖലയ്ക്കുണ്ടായ ഈ ഒരു നഷ്ടം തീരുമാനിക്കാൻ നോഡൽ ഓഫീസറെയും ഇന്നത്തെ മീറ്റിംഗിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിലെ ചില ആശങ്കകളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളെ, ആ മത്സ്യബന്ധന മേഖലയെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളത് പരിശോധിക്കണം. ഒപ്പം സർക്കാർ തീരുമാനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ സർക്കാരിന്റെ ചില തീരുമാനങ്ങളുമുണ്ട്. അതും വിശദമായി പരിശോധിക്കാം. ആദ്യം മത്സ്യബന്ധനം ബാധിക്കാത്തതും മത്സ്യത്തിന്റെ ലഭ്യത ഇല്ലാതാക്കുന്നതും മൂലം ഈ മത്സ്യ മേഖലയ്ക്ക് ഉണ്ടാകുന്ന ഒരു കനത്ത നഷ്ടമുണ്ട്. അതായത് ഇപ്പോൾ ഒന്നാമത്തെ കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ട് കടലിൽ പോകാനാവില്ല. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം കൂടി ഈ മത്സ്യ തൊഴിലാളികൾക്ക് നേരിടേണ്ടി വന്നത്. പ്രശ്നബാധിത മേഖലയിൽ എത്ര പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എന്നതിന്റെ കണക്ക് ഞെട്ടിക്കുന്നതാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥ ഒരു ഭാഗത്ത് ബാധിക്കുന്നുണ്ട്. ട്രോളിംഗ് നിരോധനത്തിന്റെ ദിവസം അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ ഏറ്റവും വലയുന്ന ഒരു സമയത്ത്, അതായത് കാലാവസ്ഥ മൺസൂണിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു തിരിച്ചടി കൂടി വന്നത് അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കണം. എത്ര വരുമാന നഷ്ടമുണ്ടായി എന്നുള്ള കണക്ക് തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളി സംഘടനകൾക്കുമൊക്കെ നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ കഴിയുമോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. ഈ വെള്ളവും വായുവും ഇപ്പോൾ മലിനമാകുന്നതിൽ ഈ പ്രദേശവാസികളുടെയൊക്കെ ആശങ്ക ഉന്നയിച്ച് നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ സർക്കാരിനും സാധിക്കും എന്നാണ് കരുതുന്നത്. ആ രീതിയിൽ സർക്കാർ മൂവ് ചെയ്യോ ഇവർക്ക് വേണ്ടി എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ആദ്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ചാണ് പരിശോധിക്കുന്നത്. അതായത് തുടക്കം മുതലേ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന്, അതായത് ഈ ഷിപ്പ് മറിഞ്ഞ ദിവസം മുതൽ തന്നെ നമ്മളോട് ഇതിലേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ആരും ഇത് തൊടാൻ പാടില്ല, ഇതിനടുത്തേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ എന്താണ് അതിൽ കലർന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു വലിയ ആശങ്ക തുടക്കം മുതലേ ഉണ്ട്. ആ സാഹചര്യത്തിലാണ് ഇതിൽ ചില കാര്യങ്ങൾ, അതായത് പരിസ്ഥിതി ആഘാതം ഇതിൽ നിന്നുണ്ടായിരിക്കുന്നതിൽ ദീർഘകാലം നിലനിൽക്കും എന്നാണ് ഒന്ന് അറിയിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ലോലമായ സമുദ്രജീവികൾക്ക് ഗുരുതരമായ ഭീഷണി ഇത് ഉണ്ടാക്കുമെന്ന്. അതായത് അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ മത്തി, നമ്മൾ ചാള എന്ന് വിളിക്കുന്ന മത്തി, ട്യൂണ, സ്രാവുകൾ ഇവയെല്ലാം ബാധിക്കും എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും അത് ആ മേഖലയെ എക്സ്പോർട്ടിംഗ് ബാധിക്കും, മത്സ്യത്തൊഴിലാളികളെ ബാധിക്കും, എല്ലാ രീതിയിലും അതങ്ങനെ ബാധിക്കുന്നുണ്ട്. മറ്റൊന്ന്, മത്സ്യം കഴിക്കുന്നവരുടെ ആരോഗ്യത്തെ ബാധിക്കും എന്നൊരാശങ്ക കൂടിയുണ്ട്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുകയാണ്. ഇത് ഏത് തരത്തിൽ, ഇപ്പൊ പ്രത്യേകിച്ച് തീരദേശവാസികളായിട്ടുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശങ്കയിൽ നിൽക്കുന്നു. ഇപ്പൊ മത്സ്യം വാങ്ങണ്ട എന്നൊക്കെ നമ്മളും തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇതിനെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് കുറച്ചുകൂടി ക്ലിയർ ആകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളും നടക്കുന്നുണ്ട്. മറ്റൊന്ന്, മത്സ്യബന്ധന വ്യവസായത്തെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളതാണ്. അതായത് ഇവിടെ തന്നെ നമുക്കറിയാം ഇത് എത്രത്തോളമാണ് വിറ്റഴിക്കപ്പെടുന്നത്, ഇല്ലെങ്കിൽ എത്രത്തോളമാണ് ആളുകൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാം. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യം കയറ്റി അയക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊക്കെ തരത്തിൽ, ഏതൊക്കെ മേഖലയെ, പ്രത്യേകിച്ച് തെക്കൻ മേഖലയെ എങ്ങനെയൊക്കെ ഇത് ബാധിക്കുന്നു എന്നുള്ളതും വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. ഈ ഒരു മലിനീകരണ പ്രശ്നം ദീർഘകാലം നിലനിൽക്കാനിടയുണ്ട്. ഞാൻ തുടക്കത്തിലേ അത് സൂചിപ്പിച്ചു. അതായത് മൊറീഷ്യസിൽ 2020 ഇത്തരത്തിലൊരു എണ്ണച്ചോർച്ച ഉണ്ടായതിന്റെ ദീർഘകാല ആഘാതം പഠനവിധേയമാക്കിയ ശാസ്ത്രജ്ഞരൊക്കെ ഈ സമീപ പ്രദേശത്ത് അതുമായി ബന്ധപ്പെട്ടുണ്ടായ ആ സമയത്ത് തന്നെ കണ്ടൽ വ്യവസ്ഥയിൽ അതിന്റെ അവശിഷ്ടങ്ങൾ 3 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിലൊരു അപകടമായിരുന്നു അന്നും ഉണ്ടായത്. അന്ന് ചോർന്ന ആ ഓയിൽ കണ്ടലിന്റെ ഭാഗത്തൊക്കെ അടിഞ്ഞു എന്ന്
3 വർഷത്തിന് ശേഷം കണ്ടെത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മത്സ്യ ആവാസ വ്യവസ്ഥയെയും ഈ മത്സ്യസമ്പത്തിനെയും ഒരുപാട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് ആ പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. മനുഷ്യനുൾപ്പെടെ മത്സ്യം കഴിക്കുന്നവരുടെയൊക്കെ ആരോഗ്യത്തെയും ഇത് ബാധിക്കാനിടയുണ്ട് എന്ന് ഈ ഒരു സംഭവവുമായി 2020-ലുണ്ടായ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ക്ലിയർ ചെയ്യുക, ആളുകളുടെ ആശങ്ക പരിഹരിക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്വം കൂടി ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മത്സ്യം ഉപയോഗിക്കുന്നത് കേരളത്തിലാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതായത് നമുക്കറിയാം, കേരള തീരത്ത് നിന്നുള്ള മത്സ്യങ്ങളുടെ ഒരു വിൽപ്പന ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ എല്ലാ കടകളും, ഒട്ടുമിക്ക കടകളും തന്നെ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഏതൊക്കെ തരത്തിലാണ് ഈ കച്ചവടം നടത്തുന്നവരുൾപ്പെടെയുള്ള, അതായത് മീൻ പിടിക്കുന്നവരും അത് കൊണ്ടുവരുന്നവരും കച്ചവടം നടത്തുന്നവരും ഒക്കെ ആയിട്ടുള്ള, അതായത് അത് ഓരോരോ ഘട്ടത്തിൽ ആരൊക്കെയാണോ ഇതുമായി ബന്ധപ്പെട്ട് പെരുമാറുന്നത് ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അവരെ എല്ലാവരെയും ബാധിക്കുന്നതിലേക്ക് ഈ കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് മീൻ വരുന്നത് തമിഴ്നാട് നിന്നും ഒപ്പം തന്നെ കടലൂരിൽ നിന്നും രാമേശ്വരത്തും തൂത്തുക്കുടിയിലും പോണ്ടിച്ചേരിയിൽ നിന്നൊക്കെയാണ് നമുക്ക് മത്സ്യം പ്രധാനമായിട്ട് വിൽപ്പനയ്ക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ നാടൻ പുഴമീനുകളും ഫാമിൽ വളർത്തുന്ന മത്സ്യങ്ങളും ഒക്കെ കൂടുതലായി വിൽപ്പനയ്ക്ക് എത്തിക്കാനും ഉദ്ദേശിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ആ ഒരു മത്സ്യം ഇപ്പം നമുക്കറിയാമല്ലോ, മലയാളികൾ എത്രത്തോളം മീനുമായി അടുത്ത് നിൽക്കുന്ന ആളുകളാണ്, മീൻകറി ഇല്ലെങ്കിൽ ചോറുണ്ടാൻ പോലും പറ്റാത്ത ആളുകളാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ അതിനെ കവർ ചെയ്യാൻ പറ്റുമെങ്കിലും ഇത് എത്ര കാലമായിരിക്കും ഈ ഒരു അനിശ്ചിതത്വം ഇല്ലെങ്കിൽ ഈ ഒരു ആശങ്ക ഉണ്ടാവുക എന്നുള്ളതിൽ കൃത്യമായിട്ട് അവർക്കൊരു ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ എത്രയും പെട്ടെന്ന് ആക്കണം എന്നൊക്കെയുള്ളതാണ് ആവശ്യങ്ങൾ വരുന്നത്. ഒപ്പം തന്നെ ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ പ്രധാന പോയിന്റ്. അതായത് ഈ കപ്പൽ മുങ്ങിയതിനെ തുടർന്നുള്ള ഈ പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ച് വലിയ ഒരു വിലയിരുത്തൽ നടത്താൻ സ്വാഭാവികമായിട്ടും സമയമെടുക്കും. വിദഗ്ധരെല്ലാം തന്നെ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ എണ്ണ മലിനീകരണം ലോലമായ സമുദ്രജീവികൾക്ക് ഗുരുതരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ മത്സ്യബന്ധന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അത് ഈ പറയുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ വളരെ മോശം കാലത്തേക്കാണ് കാലാവസ്ഥ അനുസരിച്ചാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇതും കൂടെ ആവുന്നത് അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഈ എണ്ണച്ചോർച്ച വ്യാപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും അതിനൊരു മാറ്റം വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ഈ സമുദ്ര ഉൽപാദന ക്ഷമതയെ വളരെയധികം ബാധിച്ചേക്കാം എന്നൊക്കെയാണ് വിദഗ്ധർ അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ പറയുന്നത്. ശക്തമായ മത്സ്യബന്ധന സീസൺ പ്രതീക്ഷിച്ചിരുന്ന ഒരു മത്സ്യബന്ധന വ്യവസായത്തെയാണ് ഇത് പ്രതികൂലമായി ബാധിക്കാൻ ഇടവരുന്നത്. മറ്റൊന്ന്, നമ്മൾ തുടക്കത്തിലേ പറഞ്ഞതുപോലെ ഇതിൽ സർക്കാരിന് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അതായത് സർക്കാരിന്റെ സഹായങ്ങൾ നമുക്കറിയാം, അരി വിതരണം അത് എല്ലാ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾക്കായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കുറച്ച് നേരത്തെ ആക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് സർക്കാർ. മറ്റൊന്ന്, കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ മണ്ണെണ്ണ സൗജന്യ നിരക്കിൽ നൽകും. അതായത് മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഈ മണ്ണെണ്ണയുടെ കാര്യമാണ്. ഇപ്പോൾ കേന്ദ്രവുമായൊക്കെ ബന്ധപ്പെട്ട് എത്രത്തോളം പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന്, ഇല്ലെങ്കിൽ അവർ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണാറുള്ളതാണ്. അപ്പം മണ്ണെണ്ണ സൗജന്യ നിരക്കിൽ നൽകും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് സർക്കാർ. മറ്റൊന്ന്, പരാതികളില്ലാത്ത വിധം ട്രോളിംഗ് നിരോധനം നടപ്പാക്കും എന്നുള്ളതാണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ആ ഒരു ട്രോളിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയത്തിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം കൂടി വരുന്നത്. അപ്പം ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അത് ഏതൊക്കെ ഭാഗങ്ങൾ എന്നൊക്കെയുള്ളത് കൃത്യമായി തരംതിരിച്ചോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ പോയിന്റ് ചെയ്തുമൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഫിഷറീസ് വകുപ്പ് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് നൽകും. അത് ഓരോ ജില്ലാടിസ്ഥാനത്തിൽ തന്നെ നൽകും എന്നാണ് ഇന്നത്തെ മന്ത്രിയൊക്കെ നടത്തിയിരുന്ന മീറ്റിംഗിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലെങ്കിൽ സഹായം നൽകുന്നത് സംബന്ധിച്ച് സർക്കാർ ചർച്ച ചെയ്യുമെന്നും മന്ത്രി ഇന്ന് പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ഇവർക്ക് ഈ നഷ്ടപരിഹാരം തേടുക, ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് വഴികൾ എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇതിനൊരു നഷ്ടപരിഹാരം തേടാനുള്ള സാധ്യത ഇതിലുണ്ട്. മുൻപുണ്ടായിരുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച്
ഇല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് തന്നെ ഇത്ര വലിയൊരു അപകടം ഉണ്ടാവുന്നത് ആദ്യമായിട്ടാണ്. പക്ഷേ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഇതിന് നഷ്ടപരിഹാരം തേടാനുള്ള വഴികൾ കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. അത് നമുക്ക് പരിശോധിക്കാം. അതായത് എങ്ങനെ നഷ്ടപരിഹാരം തേടാൻ, ഈ തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ ഒരു കണക്ക്, അതായത് ഇത്ര പ്രദേശത്ത് ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞിരിക്കുന്ന കണ്ടെയ്നറുകളിൽ നിന്നുള്ള എണ്ണപ്പാട ഉണ്ടായിരിക്കുന്ന ഏതൊക്കെ മേഖലകളിലാണോ ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കാത്തത്, ഇല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ വലിയ ബുദ്ധിമുട്ടിലായത്, ഏതൊക്കെ മേഖലയിൽ താമസിക്കുന്നവരെയാണോ ഇത് എഫക്ട് ചെയ്തിരിക്കുന്നത്, ആ ആളുകൾക്ക് ഈ നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാം എന്നുള്ളതാണ്. മറ്റൊന്ന് പ്രദേശവാസികളുടെ ഒരു ആശങ്ക. അതായത് ഞാൻ താമസിക്കുന്ന ഒരു സ്ഥലത്തിനടുത്താണ് ഇത്തരത്തിൽ കണ്ടെയ്നർ അടിഞ്ഞിരിക്കുന്നതെങ്കിൽ, ഇല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രകൃതിക്ക് ദോഷമാകുന്ന തരത്തിൽ ഒരു കാര്യം നടന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് എൻ്റെ വിവരങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഞാൻ എവിടെയാണ് താമസിക്കുന്നത്, ഇല്ലെങ്കിൽ ഏത് തീരദേശ മേഖലയിലാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് ഈ കാര്യങ്ങൾ കൂടി ചേർത്തുകൊണ്ട് അപേക്ഷിക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ ഇതിലൊരു നഷ്ടപരിഹാരം ആവശ്യപ്പെടാവുന്നതാണ് എന്നൊക്കെയുള്ള വിവരങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടും കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മത്സ്യം ഉപയോഗിക്കുന്നത് കേരളത്തിലാണ്. നമ്മുടെ ഒരു ജനസംഖ്യയുടെ ഒരു 53% പേരും ദിവസവും മത്സ്യം കഴിക്കുന്നവരാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പം ഈ നേരത്തെ തന്നെ പ്രതിസന്ധിയിലായിരുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പുതിയ സാഹചര്യം വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം ഈ ട്രോളിംഗ് നിരോധനം അടുത്തിരിക്കുകയൊക്കെ കുറഞ്ഞു വരുന്നൊരു സാഹചര്യമുണ്ട്. അതിനു പുറമെയാണ് ഇപ്പോൾ ഉള്ള ഈ പുതിയ സാഹചര്യം കൂടി രൂപപ്പെട്ടിരിക്കുന്നത്. അത് കൃത്യമായ ഇടപെടലുകളും ഇല്ലെങ്കിൽ കൃത്യമായ തീരുമാനങ്ങളും പഠനങ്ങളും എല്ലാം നടത്തി അവരുടെ നിലവിലത്തെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് മാറ്റുക എന്നുള്ളത് കൂടിയായിരിക്കണം മുമ്പോട്ട് ചെയ്യാനുള്ളത്. അതിപ്പോൾ സംസ്ഥാന സർക്കാരായാലും യൂണിയൻ സർക്കാരായാലും ആ കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ ഈ കാലാവസ്ഥയും മോശമായിരിക്കുന്ന ഈ സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്കായി ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു വിഷയം